ഞാൻ പറഞ്ഞത് ഇത് ഇവർ ഈ പറയുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം പ്രോപ്പർ ട്രെയിനിങ് സ്കൂളുകളിൽ തന്നെ കൊടുക്കണം. അതായത് ഇപ്പൊ അല്ല ഏതിനാണെങ്കിലും, അതായത് ഇപ്പൊ ഈ കാട്ടിൽ അകപ്പെട്ട് പോകണമെങ്കിലും അവിടുന്ന് എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ സ്കൂളുകൾ തൊട്ട് കൊടുക്കണം. അതിനുശേഷം ഇത്തരത്തിലുള്ള യാത്രകൾക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവത്തില്ല. അതാണ് എന്റെ ഒരു നിർദ്ദേശം. ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാലക്കാട് നിന്ന് എത്ര കിലോമീറ്റർ എവിടെ വരെ പോയെന്നാ പറഞ്ഞ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു. പാലക്കാട് നിന്നും സിക്കിം വരെ ഡാർജിലിംഗ് വെച്ച് ഞാൻ 2670 കിലോമീറ്റർ 60 മണിക്കൂർ. അത് നോൺ സ്റ്റോപ്പ് റൈഡ് ആയിരുന്നു. ഞാൻ അതിൽ ഉറങ്ങിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 13 മിനിറ്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ രമേശ് ചേട്ടൻ ചിന്തിക്കുന്നുണ്ടാവും 13 മിനിറ്റ് ഉറങ്ങി എങ്ങനെ 3 രാത്രി ഉറങ്ങാതെ ഓടിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച സിക്കിമിലേക്കാണ്. പക്ഷെ ഞാൻ ഡാർജിലിംഗ് വെച്ച് എന്റെ റൈഡ് ബ്രേക്ക് ചെയ്തു. അത് എന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്റെ ഫാമിലി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ വീട്ടിൽ എന്റെ കുടുംബം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ റെക്കോർഡ് സിക്കിം എത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും സിക്കിം വരെ എത്താം. പക്ഷെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ചിലപ്പോൾ എന്റെ ജീവിതം പെട്ടിയിലായിരിക്കും, ഞാൻ വീട്ടിലേക്ക് വരാം. കാരണം ഒരു കാര്യം, ഇനി യാത്ര പോകുമ്പം രമേശിനെ കുറിച്ച് ഓർമ്മിക്കരുത്. അദ്ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയേക്കണം, അല്ലെ പിന്നെ അപകടം ഉണ്ടാവും. റെഡി? ഇത് ദിബിൽ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഞാൻ തുടർച്ചയായി 60 മണിക്കൂർ റൈഡ് ചെയ്തു എന്ന് പറയുമ്പോ മറ്റുള്ളവർ ചോദിക്കും ഒരുപക്ഷെ 13 മിനിറ്റ് എങ്ങനെയാണ് ഉറങ്ങിയിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഇതേ കാര്യമാണ് നമ്മളുടെ ശരണ്യയുടെ കാര്യത്തിൽ സംഭവിച്ചത്. എങ്ങനെയാണ് 3 ദിവസം കാട്ടിൽ ഒരു അരുവിയുടെ അടുത്ത് വെള്ളം കുടിച്ചു എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ഒരാൾ കാട്ടിൽ 3 ദിവസം അതിജീവിച്ചു എന്ന് പറയുന്നത് ആ അത് ചോദിക്കുന്നവർക്ക് അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. ആളുകളോട് പറയാനാ, ഇങ്ങനെ ഈ സാഹസികതയൊക്കെ ചെയ്യുന്നവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയും ചെറിയ, അതുകൊണ്ടാണല്ലോ രാപകൽ അത് കടന്നത്. ഈ ചെറിയ കുട്ടികളെയൊക്കെ ചെയ്യുന്ന പറഞ്ഞില്ലേ, ഇത് വെച്ചാൽ അവരുടെ ഫ്യൂച്ചറിലേക്ക് ഇത് യൂസ്ഫുൾ ആണ്. അല്ലാതെ ഒരിക്കലും മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.